കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഈ നക്ഷത്ര ജാതകരെ ആര് സങ്കടപ്പെടുത്തുന്നുവോ, ഇവരെ ആര് വേദനിപ്പിക്കുന്നുവോ, ശിക്ഷ ഉടനുണ്ട്. ഈ നക്ഷത്ര ജാതകർ ഈശ്വര ചൈതന്യം വേണ്ടുവോളം ഉള്ളവർ തന്നെയാണ്, സ്നേഹസമ്പന്നരാണ്. ആവശ്യമില്ലാതെ ആരുമായും ഒരു വാക്കുതർക്കത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാത്തവരാണ് ഈ നക്ഷത്ര ജാതകർ. എന്നാൽ ഈ നക്ഷത്ര ജാതകരെ പലപ്പോഴും പലരും വേട്ടയാടുന്നു. വേണ്ടാത്ത അപവാദങ്ങൾ ഇവർക്കെതിരെ പറയുന്നു. ഇവർക്ക് മനക്ലേശമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചിലർ ചെയ്തു കൂട്ടുന്നു. അതിവരുടെ കുടുംബകലഹത്തിനും യാത്രാ ദുരിതത്തിനും തൊഴിൽ രംഗത്ത് താഴോട്ട് പോകുവാനുമൊക്കെ ഇടയാക്കുന്നു. പല രീതിയിൽ ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നക്ഷത്ര ജാതകരെ ആര് സങ്കടപ്പെടുത്തിയാലും ആരിവരെ വേദനിപ്പിച്ചാലും ശിക്ഷ ഉടനുണ്ട്. അത്രയേറെ ഭാഗ്യം ചെയ്ത നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർ. ഇവർ പലപ്പോഴും സങ്കടപ്പെടുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇവർ. ഇവർ വേദനിക്കാത്ത, സങ്കടപ്പെടാത്ത ദിനങ്ങളില്ല. ഇവരെ ഒരു കാരണവശാലും ഈ നക്ഷത്ര ജാതകരെ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. അങ്ങനെ ആരെങ്കിലും ഇവരെ സങ്കടപ്പെടുത്തുകയാണ് എങ്കിൽ തിരിച്ചടി ഉടനാണ്. അതിന് ഒരുപാട് കാലങ്ങളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് ഇവരോട് കളിക്കുന്നത് അല്പം ശ്രദ്ധിച്ചു തന്നെ വേണം. ഇവർ ഈശ്വര ചൈതന്യം ഏറ്റവും കൂടുതൽ ഉള്ളവരാണ്. ദേവീ വിശ്വാസം ഏറ്റവും കൂടുതൽ ഉള്ള നക്ഷത്ര ജാതകർ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ. അതുകൊണ്ട് ഇവരോട് കളിക്കുന്നത് അല്പം ശ്രദ്ധിച്ചു തന്നെ വേണം. ആരുടെയും ഒരു ശല്യത്തിന് ഇവർ പോകാറില്ല. പക്ഷേ ഇവരെ പലപ്പോഴും പല രീതിയിലും പലരും അപവാദങ്ങളും അതുപോലെ തന്നെ മനക്ലേശമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിഞ്ഞു കയറി വന്ന് പല രീതിയിലും പല ബുദ്ധിമുട്ടുകളും ഇവർക്കുണ്ടാക്കുന്നു. അത് അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഏത് നക്ഷത്ര ജാതകനായാലും അവർക്കത് വലിയ ദോഷം സംഭവിക്കും. അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകരോട് കളിക്കുന്നത് അല്പം ശ്രദ്ധിച്ചു തന്നെയാവണം. ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അവർ ശത്രുദോഷത്തിനും അതുപോലെ തന്നെ അവരുടെ ദുഃഖ ദുരിത സങ്കടങ്ങൾക്കും ശത്രുദോഷത്തിനും ദൃഷ്ടിദോഷത്തിനും ഒക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങളും, അവർക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമ്പോൾ അവർ പോകേണ്ടതായ ക്ഷേത്രങ്ങളെയോ ഒക്കെ നമുക്കിന്ന് വ്യക്തമായി അറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകരെ ആര് ഉപദ്രവിക്കുന്നുവോ, ആര് സങ്കടപ്പെടുത്തുന്നുവോ, അവർക്കെതിരെ ആരെന്ത് ചെയ്യുന്നുവോ ശിക്ഷ പിന്നീടല്ല, ഉടനടി ശിക്ഷ കിട്ടും. അശ്വതി നക്ഷത്ര ജാതകർ വളരെ ഈശ്വരവിശ്വാസമുള്ളവരാണ്, ദേവീ പ്രീതി ഉള്ളവരാണ്. അതുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതകരെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ കടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇവർക്ക് ശിക്ഷ ഉടനാണ്. ഇവരെ വേദനിപ്പിക്കാൻ നോക്കരുത്, ശിക്ഷ ഉടൻ ലഭിക്കും. അതുകൊണ്ട് അല്പം കരുതലോട് തന്നെ നിൽക്കുക അശ്വതി നക്ഷത്ര ജാതകരോട്. അശ്വതി സ്നേഹസമ്പന്നരാണ്, ഈശ്വര ചൈതന്യമുള്ളവരാണ്, ഭാഗ്യശാലികളാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്ര ജാതകരെയും സങ്കടപ്പെടുത്തുന്നതും അവർക്കെതിരെ തിരിയുന്നതും വളരെയേറെ ദോഷം ചെയ്യും. ഒരു കാര്യകാരണവുമില്ലാതെ ഇവരെ പല രീതിയിലും ഉപദ്രവിക്കുന്ന പലരുമുണ്ട്. ആവശ്യമില്ലാതെ ഭരണി നക്ഷത്ര ജാതകരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കയർക്കുന്നത് അത്ര നല്ലതല്ല. ശിക്ഷ ഉടനാണ്. ഭരണി നക്ഷത്ര ജാതകർ വളരെ ഈശ്വരവിശ്വാസത്തോടും വളരെയേറെ സത്യസന്ധവുമായി പെരുമാറുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഭരണി നക്ഷത്ര ജാതകരെ വേദനിപ്പിച്ചാൽ ശിക്ഷ ഉടൻ ലഭിക്കും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞതുമാതിരി ഒരുപാട് സങ്കടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. വേദനിപ്പിക്കാറില്ല, സങ്കടപ്പെടുത്താറില്ല. പക്ഷെ പലപ്പോഴും ഇവരെ സങ്കടപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് രോഹിണി നക്ഷത്ര ജാതകരെ വിഷമിപ്പിക്കുന്നവർ അല്പം ശ്രദ്ധിച്ചു തന്നെ നയിക്കുക, ശിക്ഷ ഉടൻ ലഭിക്കും. അടുത്തത് മകയിര നക്ഷത്രം. മകയിര നക്ഷത്ര ജാതകരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത്, ശിക്ഷ ഉടനുണ്ട്. മകയിരം സ്നേഹസമ്പന്നരാണ്. അതുപോലെ തന്നെ അവരാവശ്യമില്ലാതെ ആരോടും ഒരു കയർപ്പിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനോ അവർ പോകാത്തവരാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം മകയിര നക്ഷത്ര ജാതകരോട് കളിക്കാൻ. അതൊക്കെ ദോഷം ചെയ്യും. ആഭിചാര ദോഷങ്ങളൊക്കെ കൊണ്ട് വലയുന്ന
ഈ മകയിര നക്ഷത്ര ജാതകർ ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ചെയ്യാവൂ. ചിലരൊക്കെ ദൃഷ്ടിദോഷങ്ങൾ അവർക്കെതിരെ പ്രയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ശാപം, നേർച്ച ഇവയൊക്കെ മാറുന്നതിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു കോഴിയും അതുപോലെ തന്നെ ചുവന്ന പട്ടും വാങ്ങിക്കൊടുക്കുക. ഒരു കോഴിയും ചുവന്ന പട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ വാങ്ങിക്കൊടുക്കുക. നിങ്ങളെ സംബന്ധിച്ച്, ഈ പറഞ്ഞ നക്ഷത്രജാതകരെ സംബന്ധിച്ചൊക്കെയും അശ്വതി നക്ഷത്രജാതകരായാലും ഭരണി നക്ഷത്രജാതകരായാലും രോഹിണി ആയാലും മകയിരമാണെങ്കിലും പുണർതമാണെങ്കിലും ഇനി പറയാൻ പോകുന്ന നക്ഷത്രജാതകരാണെങ്കിലും അവർക്കൊക്കെ ദൃഷ്ടിദോഷങ്ങൾ ഉണ്ട് എന്ന് അവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർ ചെയ്യേണ്ട കാര്യമാണ്. ദൃഷ്ടിദോഷവോ അതുപോലെ തന്നെ ശാപവാക്കുകൾ പലരും പറഞ്ഞിട്ടുണ്ടാവും, നീ രക്ഷപ്പെടില്ല, നിനക്കിനി ഒരു ഗതിയും പിടിക്കില്ല, നീ അനുഭവിച്ചേ തീരൂ. ഇതൊക്കെ പറഞ്ഞ് ദൃഷ്ടിദോഷങ്ങൾ, ശാപവാക്കുകൾ ഇവയൊക്കെ മാറുന്നതിനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു കോഴിയും ചുവന്ന പട്ടും വാങ്ങിക്കൊടുക്കുക. ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാകും. ദുരിത ശാന്തതയാണ് നമുക്ക് വേണ്ടുന്നത്. ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കണം. നമുക്ക് സമ്പൽ വർധനവുണ്ടാകണം, വിദ്യാലാഭം ഉണ്ടാകണം, ധനസമൃദ്ധി ഉണ്ടാകണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വഴിപാടുകളൊക്കെ നടത്തി നമുക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്ര ജാതകരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. ഈശ്വര ചൈതന്യമുള്ളവരാണ്, സ്നേഹസമ്പന്നവരാണ്, ആവശ്യമില്ലാതെ ആരുടെയും കാര്യത്തിൽ ഇടപെടാത്തവരുമാണ്. അപ്പോൾ മകം നക്ഷത്ര ജാതകരെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ അതിൻ്റെ ഫലം വളരെ വൈകാതെ അവർക്ക് തിരിച്ചടിയായി ലഭിക്കും. അതുകൊണ്ട് മകനക്ഷത്ര ജാതകരെ വേദനിപ്പിക്കുന്നവർ അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും. അടുത്ത നക്ഷത്രം അത്തമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്ത നക്ഷത്ര ജാതകർ. അത്ത നക്ഷത്ര ജാതകർ ആരുമായും ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒരു പ്രശ്നത്തിനും പോകാറില്ല. പക്ഷേ പലപ്പോഴും ഇവർക്കെതിരെ ക്രൂരമായ അമ്പുകൾ നെയ്തുവിടുന്നുണ്ട്, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമൊക്കെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അത്തനക്ഷത്ര ജാതകരോട് കളിക്കുന്നത് അത്ര നല്ലതല്ല. ശിക്ഷ ഉടനാണ്. ഇവർ ഈശ്വരവിശ്വാസികളാണ്, ദൈവത്തെ അറിഞ്ഞു വിളിക്കുന്നവരാണ്. ഇവരൊന്നു ശപിച്ചാൽ മതി ആ കുടുംബം തകരാൻ. അതുകൊണ്ട് അത്തനക്ഷത്ര ജാതകരോട് കളിക്കുന്നത് അല്പം ശ്രദ്ധിച്ചു തന്നെയായിരിക്കണം. അടുത്ത നക്ഷത്രം വിശാഖമാണ്. സ്നേഹസമ്പന്നരാണ്, എല്ലാ രീതിയിലും ഉയർച്ച ഉണ്ടാകേണ്ടവരാണ്, വാക്ചാതുര്യമുള്ളവരാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. അപ്പോൾ വിശാഖ നക്ഷത്ര ജാതകർ ഈശ്വര ചൈതന്യമുള്ള ഇവരെ വേദനിപ്പിക്കുന്ന ഏതൊരാളായാലും അയാൾക്ക് ഒരു കാലത്തും ഒരു വലിയ ഉന്നതി ഉണ്ടാകില്ല. അതുകൊണ്ട് വിശാഖ നക്ഷത്ര ജാതകരെ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. അതൊക്കെ വലിയ തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാട നക്ഷത്രം വളരെ സ്നേഹവും ഐശ്വര്യവുമുള്ളവരാണ്. അതുകൊണ്ട് ഇവരെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. അതൊക്കെ ദോഷങ്ങളാണ്, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടും. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട നാളാണ്. തിരുവോണ നക്ഷത്ര ജാതകനെ ആര് വേദനിപ്പിക്കുന്നുവോ അവർക്കൊക്കെ ഒരു വലിയ തിരിച്ചടി ജീവിതത്തിൽ വന്നു ചേരും. തിരുവോണ നക്ഷത്രം അത്രയ്ക്കേറെ ഐശ്വര്യമുള്ളവരാണ്, അത്രയേറെ സ്നേഹസമ്പന്നരാണ്. ഒരു ആവശ്യമില്ലാത്ത വാക്കുകൾ ആർക്കും കൊടുക്കാറില്ല. എന്നാൽ ആ വാക്കുകളൊക്കെ പാലിക്കുന്നതിൽ ഇവർ എപ്പോഴും മുന്നിൽ തന്നെയുമാണ്. അതുകൊണ്ട് തിരുവോണം നക്ഷത്ര ജാതകരെ ആര് വേദനിപ്പിക്കുന്നുവോ ആ ശിക്ഷ അത് വളരെ വൈകാതെ അവർക്ക് ലഭിക്കും. അതിന് കൂടുതൽ നാളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർ കഴിയും, അവനെ തിരുവോണമല്ലേ, അവനെ ഉപദ്രവിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ പോയിരുന്നാൽ കാര്യങ്ങൾ അവൻ അനുഭവിച്ച് തീർന്നോളും. പക്ഷേ അങ്ങനല്ല. തിരുവോണ നക്ഷത്ര ജാതകരെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്താൽ അവർക്കെതിരെ വല്ല നേർച്ചകളോ അല്ലെങ്കിൽ പ്രാക്കുദോഷങ്ങളോ അല്ലെങ്കിൽ ശാപവാക്കുകളോ നേർച്ചകളോ ഒക്കെ നേർന്ന് അവനെ തകർക്കാൻ ശ്രമിച്ചാൽ, അങ്ങനെ ശ്രമിക്കുന്നവൻ മാത്രമേ അനുഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവരോട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അടുത്ത നക്ഷത്രം രേവതിയാണ്. അവരെയും ആരും വേദനിപ്പിക്കരുത്, അവരെയും സങ്കടപ്പെടുത്തരുത്. ഏതെങ്കിലും രീതിയിൽ അവർ വേദനിച്ചാൽ, അവരുടെ മനസ്സൊന്ന് പിടഞ്ഞാൽ, അവരൊന്ന് കരഞ്ഞാൽ, അതിൻ്റെ ആ ശാപവാക്കുകൾ ഒന്ന് നിങ്ങളിലേക്ക് വന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗതിയുണ്ടാകില്ല. അതുകൊണ്ട് ഇവരെ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ അതിൻ്റെ ശിക്ഷ ഉടനെ കിട്ടും, ഉറപ്പാണ് ആ കാര്യത്തിൽ. അതുകൊണ്ട് ഇത്തരം നക്ഷത്ര ജാതകരെ ഒരു കാരണവശാലും നിങ്ങൾ വേദനിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യരുത്.
സങ്കടപ്പെടുത്തിയാൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഈ നക്ഷത്ര ജാതകരോട് ആരും അമിതമായി കളിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവരെ വേദനിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവരുടെ മനസ്സൊന്ന് തേങ്ങിയാൽ, ഇവരൊന്ന് സങ്കടപ്പെട്ടാൽ അത് ഏറ്റവും കൂടുതൽ ദോഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.